നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ എത്രത്തോളം സുരക്ഷയാണ് അദ്ദേഹത്തിന് നൽകുന്നത് എന്നുള്ളത് കണ്ടിട്ടുള്ളവരായിരിക്കും എല്ലാവരും. അദ്ദേഹം ഏത് സ്ഥലത്തേക്ക് പരിപാടിക്ക് വരികയാണെങ്കിൽ തന്നെ അദ്ദേഹം വരുന്നതിന് മുൻപ് റോഡെല്ലാം ക്ലിയർ ആക്കും. അവിടെ സിഗ്നലൊക്കെ തന്നെ നിർത്തിയിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ സൈഡിൽ നിർത്തി അതിനുശേഷം വളരെ സുരക്ഷിതമായിട്ടായിരിക്കും വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കാറുള്ളത്. പലപ്പോഴും ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയരാറുണ്ട്. എന്തിനാണ് മറ്റുള്ള തിരക്ക് പിടിച്ചു പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകുന്ന ആളുകളെയൊക്കെ തന്നെ തടഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് വാഹന വ്യൂഹത്തിന് പോകാനുള്ള അകമ്പടി ഒരുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും വിമർശനങ്ങളും ആളുകൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പോഴിതാ കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തെ പിന്തുടർന്ന 5 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. മലപ്പുറം സ്വദേശികളായ നസീബ്, ജ്യോതി ബാസ്, മുഹമ്മദ് ഹാരിസ്, ഫൈസൽ, പാലക്കാട് സ്വദേശി അബ്ദുൾ വാഹിദ് എന്നീ പറയുന്ന 5 പേരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് വരികയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞായറാഴ്ച രാത്രി 10:15 വെങ്ങാലി പാലം മുതൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെട്ട ആംബുലൻസിനെ ഇവർ കാറിൽ പിന്തുടരുകയായിരുന്നു. രജിസ്ട്രേഷൻ നമ്പർ പതിക്കാത്ത ഇസൂസു വാഹനത്തിലായിരുന്നു ഇവരുടെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുള്ള പോലീസ് വണ്ടിക്ക് സംശയം തോന്നി. പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഇല്ല. മാത്രമല്ല കുറെ നേരമായിട്ട് ഇവർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ പിന്തുടരുകയാണ്. കാറിനുള്ളിൽ നിന്ന് വോക്കി ടോക്കിയും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതും സംശയത്തിന് ഇടയാക്കി. വാഹന വ്യൂഹത്തിനിടയിൽ കയറിയ ഇവരോട് പോലീസ് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ അനുസരിച്ചില്ലായിരുന്നു. കോഴിക്കോട് ചുങ്കത്ത് വെച്ച് പോലീസ് ഇവരുടെ വാഹനം തടയുകയും കാറിനുള്ളിൽ നിന്ന് 5 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ആ വാഹനം പരിശോധിച്ചപ്പോഴാണ് വോക്കി ടോക്കികളും കണ്ടെത്തിയത്. മാത്രമല്ല വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. ഇവർ കണ്ണൂർ, മലപ്പുറം, പാലക്കാട് സ്വദേശികളാണ്. 5 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വാഹനം ഇപ്പോഴും നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇലക്ട്രിക് വർക്കുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാറിനുള്ളിൽ നിന്ന് വാക്കി ടോക്കി കണ്ടെടുത്തതാണ് പോലീസിന് സംശയവും ഇരട്ടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹമാണെന്ന് അറിയാതെയാണ് കയറിയതെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനം സഞ്ചരിക്കുമ്പോൾ സാധാരണ എത്രത്തോളം എസ്കോർട്ട് പോകുമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നാണ് ഈ 5 പേർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കം പരിശോധിച്ചപ്പോൾ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്തതിനാൽ തന്നെയാണ് ഇവരെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനം പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ സഞ്ചരിക്കുമ്പോൾ എസ്കോർട്ടും പൈലറ്റും ഉൾപ്പെടെ ഏകദേശം 4 സ്ഥിര വാഹനങ്ങളാണ് ഉണ്ടാവുക. എങ്കിൽ മിക്ക സമയങ്ങളിലും കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. നഗരത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അഡ്വാൻസ് പൈലറ്റ് വാഹനവും ആംബുലൻസും ലോക്കൽ പോലീസിന്റേത് ഉൾപ്പെടെ കൂടുതൽ വാഹനങ്ങളും എത്താറുണ്ട്. മഞ്ഞവരയും റെഡ് ലൈറ്റും ഉൾപ്പെടെയുള്ള ഗതാഗത ക്രമീകരണങ്ങൾക്ക് VIP വാഹന വ്യൂഹത്തിന് ബാധകമാണ്. എന്നാൽ ചില സമയങ്ങളിൽ സുരക്ഷ കണക്കിലെടുത്ത് ഒഴിവാക്കാനുള്ള അധികാരം സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ട്. VIP വാഹനങ്ങൾക്ക് സിഗ്നൽ ലൈറ്റുകൾ ഒഴിവാക്കി വഴിയൊരുക്കുന്നതും സുരക്ഷ പരിഗണിച്ചാണ്. മിക്കപ്പോഴും മുഖ്യമന്ത്രിയുടെ ഈ ഒരു യാത്ര, വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടുള്ള യാത്ര പലപ്പോഴും വിമർശനങ്ങൾക്ക് ഇടയാകാറുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടെ വാഹനം അപകടത്തിൽപ്പെടുന്നതും ചില സമയത്ത് വിവാദം ഇരട്ടിയാക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ 5 പേരും യാതൊരു തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല എന്നുള്ളതിനാൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഇവരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്.